Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dera, nestling in a valley at the foot of the Himalayas. So, the narrator, the first paragraph itself, introduced to us his grandfather's house, that is in India. That is our native background here, and especially he is speaking about a magnificent old banyan tree, and that is the favorite place, favorite spot he represents it as. That is his only possession. He is the only owner of the tree. Narrator ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹിസ് എക്സ്പീരിയൻസ് ഇൻ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ്. എന്തൊക്കെയായിരുന്നു ഗ്രാൻഡ് പാരൻസിൻ്റെ ഹൗസിൽ അവനുണ്ടായ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ആൻഡ് ട്രീ എങ്ങനെയാണ് അവൻ്റെ മാത്രമായിട്ട് മാറിയത്. ബിക്കോസ് ഗ്രാൻഡ് ഫാദർ ഓൾഡ് മാൻ, അദ്ദേഹത്തിന് പ്രായമായി, മരമൊന്നും കയറാനായിട്ട് കഴിയില്ല. അതേസമയം ഗ്രാൻഡ് മദറും ഒരിക്കലും ആ മരം ഇനി കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു എക്സാമ്പിൾ ഹ്യൂമറസ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് വുമൺ, ദാറ്റ് ഇസ് കൗണ്ടസ് ഡെസ്മണ്ട്, 117 ഇയേഴ്സ് വരെ ജീവിച്ചു, കൂടുതൽ ജീവിക്കുമായിരുന്നു അവരൊരു മരം കയറാനായിട്ട് ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്. കാര്യം ആൽമരം നമ്മൾ കണ്ടിട്ടുണ്ട്, വലുതാകും തോറും റൂട്ട്സ് താഴേക്ക് വന്ന് വീണ്ടും മുളച്ചു പൊങ്ങി ഒരു ശരിക്കും ചുറ്റും ഒരു മെയ്സ് പോലെ. ദാറ്റ് റിയലി ദ സൈറ്റ് ഓഫ് ദ ട്രീ എത്രമാത്രമാണ് നരേറ്ററിനെ സന്തോഷപ്പെടുത്തിയെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി തരുന്നു. സോ ദാറ്റ് ഈസ് ദ ട്രീ ഇസ് സച്ച് എൻ ഓൾഡ് വൺ. എത്ര വർഷം പഴയ മരമാണത്. ഹി സേസ് ദാറ്റ് ഇറ്റ് ഇസ് ഓൾഡർ ദാൻ grandfather, older than the house, and even older than the town of Dera. That means the trees remaining there. ആ ആൽമരം കുറേ വർഷങ്ങളായിട്ട് അവിടെ തന്നെയുണ്ട്. അപ്പോൾ നൂറ്റാണ്ടോളം പഴക്കമുള്ളൊരു ആൽമരത്തെക്കുറിച്ചാണ് നമുക്ക് നറേറ്റർ ഇവിടെ പറഞ്ഞു തരുന്നത്. And then we can see what is given in this. My first friend and familiar was a small grey squirrel, arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. So, his first friend in the banyan tree is a very small squirrel. So we happen to see squirrels jamming here and there in the trees. At first the squirrel not very friendly with the boy. നമുക്കൊക്കെ അറിയാം അല്ലേ എങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഈ സ്ക്യൂറൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നറേറ്ററുടെ കയ്യിൽ പ്രത്യേകിച്ച് വെപ്പൺസ് ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ തന്നെ സ്ക്യൂറൽ ആദ്യം ഫ്രണ്ട്ലി ആയി. സോ ആദ്യം എന്തിനും ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും മുമ്പ് അതിൻ്റെ സേഫ്റ്റിയാണത് നോക്കുക. നമുക്കറിയാം, നമ്മൾ ഏതൊരു അനിമലിനെ കണ്ടാലും ആദ്യം നമ്മൾ ഫുഡ് ഓഫർ ചെയ്താൽ പെട്ടെന്ന് അത് വന്ന് കഴിച്ചു എന്ന് വരില്ല. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഇറ്റ് വാണ്ട് ടു എഷ്യൂർ വാട്ട് ഈസ് അവർ എയിം. നമ്മുടെ എയിം എന്താണ്? ഭക്ഷണം കൊടുത്തിട്ട് അതിനെ ആക്രമിക്കാനാണോ ഒന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യാറ്. വളരെ കണ്ണിങ് ആണ് അല്ലേ. സോ ഹിയർ ഓൾസോ ഇവിടെ നമ്മുടെ ഗ്രേ സ്ക്യൂറൽ ആദ്യം ഒന്ന് നോക്കിയത് എന്താ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. ദാറ്റ് ഇസ് സോ ആൻഡ് ദെൻ ഹി റിയലൈസ്ഡ് ഈ വന്ന കുട്ടി പ്രശ്നക്കാരനൊന്നുമല്ല എന്ന് മനസ്സിലായപ്പോഴാണ് ദ ഡെവലപ്ഡ് എ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ സ്ക്യൂറൽ ആൻഡ് ദ നറേറ്റർ. ആൻഡ് ദെൻ ഫ്രണ്ട്ഷിപ്പ് ബിക്കം മച്ച് സ്ട്രോങ്ങർ. ഹൗ എങ്ങനെയാണെന്ന് നോക്കൂ. he started giving him pieces of cake and biscuits. So
And then finally he started take food from my hands. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടി ഇങ്ങനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ആദ്യം പരിചയം പുതുക്കി, പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി പരിചയമായി, പിന്നെ കയ്യിൽ വെച്ചു തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കാനായിട്ട് സ്ക്യൂരൽ സ്റ്റാർട്ട് ചെയ്തു. സോ ദേ ബിക്കം വെരി തിക്ക് ഫ്രണ്ട്സ്. Let's see what happens next. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. So, squirrel started searching the pockets to find whatever whether food items are there inside or not. So the squirrel is very young one, so he can move into the pocket and search the food and find himself whether anything eatable there. But at the same time, there were so many people who are wonderstruck. Squirrel ഇങ്ങനെ ഈ കുട്ടിയായിട്ടുള്ള ഇടപഴകം സ്ക്യൂറലിൻ്റെ ഫാമിലി വളരെയധികം പേടിയോടെ നോക്കുന്നത്. ബിക്കോസ് ഹൗ ക്യാൻ വി ട്രസ്റ്റ് എ ഹ്യൂമൻ? വാട്ട് ഹാപ്പൻ ടു അവർ യങ് വൺ? ഹി ഈസ് ഹാവിങ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ മാൻ, വിത്ത് എ ബോയ്. അവർക്ക് ശരിക്കും ഇത് ഫൂളിഷ് അറ്റംപ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ഫെയ്ത്ത് ഓൺ ഹ്യൂമൻ ബീയിങ്സ്. നമ്മളിലൊന്നും മൃഗങ്ങൾക്കൊരു വിശ്വാസമില്ല. കാരണം നമ്മളൊക്കെ അവരെന്തിനു ചെയ്യുന്നു? ഫോർ അവർ സെൽഫിഷ് മോട്ടീവ്സ് വി ആർ എക്സ്പ്ലോയിറ്റിംഗ് അതർ സ്പീഷീസ് ഓഫ് നേച്ചർ. ആൻഡ് ദെൻ ദ സ്പ്രിംഗ് സീസൺ, വാട്ട് ഹാപ്പൻഡ് ദർ? In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastels, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. So that the spring season, the season of fruits and flowers. നമുക്കറിയാം സ്പ്രിംഗ് സീസണിലാണ് എല്ലാ ചെടികളിലും പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയം. അപ്പോൾ ഇവിടെ നമ്മൾ ബാനിയൻ ട്രീയിലും ഫുൾ ഓഫ് റെഡ് ഫിഗ്സ്. സോ വി ക്യാൻ സി വേരിയസ് കൈൻഡ്സ് ഓഫ് ബേർഡ്സ്. പലതരം പക്ഷികളും അവിടെ വരാറുണ്ട്. എന്തിനാ? ഈ പഴം കഴിക്കാനായിട്ട്. സോ ദേ സ്റ്റാർട്ടഡ് ദ സൗണ്ട്സ് ഓഫ് ദ വേരിയസ് സൗണ്ട്സ് ഓഫ് ബേർഡ്സ്. പലതരം പക്ഷികളുടെ പലതരം സൗണ്ടുകളാണ് സ്പ്രിംഗ് സീസണിൽ ആ റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് കേൾക്കാൻ സാധിക്കുക. സോ ഇൻ ദറ്റ് സ്ട്രീറ്റ് ദ ട്രീ ബിക്കം ദ നോയ്സിയസ്റ്റ് പ്ലേസ്. ഏറ്റവും ബഹളം നിറഞ്ഞ, ചില സമയത്ത് നമ്മുടെ ക്ലാസ് റൂം പോലെ അല്ലേ, ചില സമയത്ത് ഒരു കുറച്ച് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ടീച്ചർ വരുന്ന ഗ്യാപ്പിനിടയിൽ നമ്മുടെ ക്ലാസ് റൂം എങ്ങനെയായിരിക്കും നോയ്സി ആയിട്ടുണ്ടാകുക. അതിനേക്കാളും സൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് സ്പ്രിംഗ് സീസണിൽ ബാനിയൻ ട്രീ. ബിക്കോസ് ഓൾ ദ ബേർഡ്സ് ആർ ദർ. They want to share, enjoy the fig fruits. At the same time, they are enjoying the company of each other. So a beautiful description of spring season and the banyan tree is described here. Let's see. Halfway up the tree, I had built a small platform on which I would often spend afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of a very mixed reading. So, what is the hobby of the narrator here? So the boy, what he used to do? He built a small platform. That is his favorite sport where he used to enjoy his afternoon. What he is doing there? Here it is given. He used to read books, various types of novels, fiction. He used to read there. A mixed reading, different types of books that he used to read on that small platform he built. Again, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ അവിടെ നിന്ന് എന്താ പണി? വായിക്കായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ്, പല തരത്തിലുള്ള നോവൽസ് അവിടെ ഇരുന്ന് വായിച്ചു. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഹക്കിൾബെറി ഫിൻ, ട്രഷർ ഐലൻഡ്, മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബെറോസിൻ്റെ നോവൽസ്. അങ്ങനെ വെറൈറ്റി ഓഫ് മിക്സഡ് റീഡിങ് അദ്ദേഹം അവിടെ എൻജോയ് ചെയ്തിരുന്നു. ദെൻ വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, I could look down through the banyan leaves at the world below.
our grandmother hanging up or taking down the washing, or the cook quarreling with a fruit vendor, or a grandfather grumbling at the hardy Indian marigolds which insisted on springing up all his very English garden. Usually, nothing very exciting happened while I was in the banyan tree, but on one particular afternoon, I had enough excitement to last me through the summer. So, again, the narrator going on describing us how he used to enjoy his time in the banyan tree. So, first activity is reading books, and second, when he did not feel like reading, നമുക്ക് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ? So when he fed up reading, he used to look down through the leaves, the word below. He used to enjoy the scene from the tree. And what are the different scenes here? His grandmother will be busy taking away or hanging up the washing, or another scene is grandfather grumbling to the marigolds who in his garden. So busy grandfather in the garden, or grandmother with her activities, or the cook and the fruit vendor. That is the common scenes that we can see in our household also. നമുക്കും വീട്ടിൽ സാധാരണ കാണുന്ന കാഴ്ചകൾ തന്നെ. ഇപ്പോൾ സാധാരണ കാണുന്ന എന്തൊക്കെയാണ് ഇവിടെ? ബുക്ക് വായിച്ച് മടുത്തു കഴിഞ്ഞാൽ താഴേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഗ്രാൻഡ് ഗാർഡനിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന കാണാം. ഫ്ലവേഴ്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണാം. ഗ്രാൻഡ് മദർ വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഒന്നുകിൽ ഉണക്കാനായിട്ട് ഇടുന്ന കാണാം, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതായിട്ട് കാണാം. സോ ദ യൂഷ്വൽ സീൻസ് അല്ലേ, സാധാരണ സീൻസ് മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ. പക്ഷെ ഒരു ദിവസം അങ്ങനെയല്ലായിരുന്നു. വെൻ ഹി ലുക്ക്ഡ് ഡൗൺ, he happened to see an excitement, വളരെ എക്സൈറ്റ്മെൻറ്റ് ഉള്ളൊരു ന്യൂസ്, ഒരു സീൻ അന്ന് കണ്ടു എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ലാസ്റ്റഡ്, ഇറ്റ്സ് ഇഫക്റ്റ് ലാസ്റ്റഡ് ത്രൂ ദ സമ്മർ, ദ കംപ്ലീറ്റ് സമ്മർ. ആ സമ്മർ മുഴുവനും മനസ്സിൽ നിന്ന് മാറാത്തൊരു അനുഭവമായിരുന്നു എന്നാണ് നരേറ്റർ പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇസ് ദറ്റ് എക്സൈറ്റ്മെൻറ്റ് that he experienced by looking down through the banyan leaves.